ഹലോ, പ്രിയ സംഗീത പ്രേമികളെ, കോഴിക്കോട്ടെ സംഗീത പ്രേമികളെ, നാദെക്സ് എന്നുള്ള ഒരു പേരിൽ ഞങ്ങളുടെ ഒരു എളിയ സംഗീത ഒരു പരിപാടി, ഒരു സംരംഭം, സംഗീത സംരംഭം എന്നതിന് പറയാം. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത്, ചെറിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഒരു ചെറിയ ഒരു ഗാനമേള അവതരിപ്പിക്കുകയാണ്. ഞങ്ങളൊരു 10 പേര് ഇതിനകത്തുണ്ട്. അങ്ങനെ എല്ലാവരും വലിയ ഗായകരോ ഗായികമാരോ അല്ല പ്രൊഫഷണലായിട്ടുള്ള ഗായകന്മാരോ അല്ല. പക്ഷേ ഞങ്ങളും സംഗീത സ്നേഹികളാണ്. അപ്പോൾ ഞങ്ങളാൽ ആവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ അതിനായിട്ട് ശ്രമിച്ച് അങ്ങനെ ഒരു കഴിവ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേശ്ശായിട്ട് ഈ പരിപാടി തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരു കോഴിക്കോട്ടുള്ള ഒരു സംഗീത പ്രേമികളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിച്ചിട്ട് എല്ലാവർക്കും പ്രോത്സാഹനം തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ഗാനമേളയുടെ അവതരണത്തിനായിട്ട് അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ഹലോ, ഒരു 2 വരി പ്രാർത്ഥനാഗീതത്തോടു കൂടി നമുക്ക് ഈ സംഗീത സായാഹ്നം ഇവിടെ ശുഭാരംഭം കുറിക്കാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. എല്ലാവർക്കും സസ്നേഹ നമസ്കാരം. നാദെക്സ് എന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് ഇന്നിവിടെ ഈ സംഗീത സംഗമം. സാമൂതിരിയുടെ തട്ടകമായ നിലപാടിൻ്റെ രാജകുമാരനായിരുന്ന സാമൂതിരി തൻ്റെ പ്രജകൾക്ക് സർവമതങ്ങൾക്കും സർവസ്വാതന്ത്ര്യത്തോടും കൂടി പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കാൻ ഇടം കൊടുത്ത സാമൂതിരിയുടെ മണ്ണിലാണ് നമ്മളും നിങ്ങളും ഞാനൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ സാംസ്കാരിക ഗരിമ വിളിച്ചോതുന്ന കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തെ തൊട്ടുണർത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരുടെയും സംഗീത അഭിരുചിയെ ഒരല്പനേരത്തേക്കെങ്കിലും ഞങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അത് ഞങ്ങളുടെ കൃതാർത്ഥതയായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഒരുപാട് സംഗീതം പാരമ്പര്യമായും ശാസ്ത്രീയമായും അഭ്യസിച്ച ആളുകളൊന്നുമല്ല ഞങ്ങൾ. സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മാത്രം കൈമുതലാക്കിക്കൊണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഏതാനും വ്യക്തികൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു സംഗീത കൂട്ടായ്മയാണ് പരിചയപ്പെടുത്തുമ്പോൾ നാദ് എക്സ് എന്ന സംഗീത സംഗമം. ആ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആ സംഗീത സായാഹ്നം അവിസ്മരണീയമാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളോടൊപ്പം ഈ സായാഹ്നം ചെലവഴിക്കാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കലാസ്നേഹികൾക്കും സംഗീത പ്രേമികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നേരത്തെ സ്വാഗതം ആശംസിച്ച ശ്രീമാൻ കൊച്ചിൻ സുരേഷ്, അദ്ദേഹം ഒരു മികച്ച ഗായകനും കൊച്ചിയിൽ നിന്നും ഈ സംഗീത സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ എത്തിയ ഒരു മഹാമനസ്കനാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ വിജയകുമാറുണ്ട്. അതിൽ കോഴിക്കോടും മലപ്പുറത്തും പാലക്കാട്ടുമുള്ള ഒട്ടനവധി സംഗീതകാരന്മാരും സംഗീതകാരികളും ഞങ്ങളോടൊപ്പമുണ്ട്. അത് ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ്.
എന്തായാലും ഈ ഗാനമേള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശാസ്ത്രീയമായി അഭ്യസിച്ചവരോ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളാകുന്ന ഉപകരണത്തിൻ്റെ കുഴപ്പമെന്ന് കരുതുക. അതല്ല, ഈ ഗാനമേള വിജയിച്ചു എന്ന് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ അത് അകലങ്ങളിലിരിക്കുന്ന അദൃശ്യരായിരിക്കുന്ന നിയതിയുടെ സർവ്വദേവീദേവന്മാരുടെ എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം എന്ന് വേണം കരുതി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോടൊപ്പമുണ്ടാകണം, ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും കരുതലും തരണം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളോടുകൂടി ഈ ഒരു ഗാനമേളയ്ക്ക് ശുഭാരംഭം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യ ഗാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറായിട്ടുള്ള ശ്രീ മോഹൻലാൽ കോഴിക്കോട് വെച്ച് അഭിനയിച്ച വിജയിപ്പിച്ച അദ്വൈതം എന്നുള്ള ആ മനോഹരമായ ചിത്രത്തിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന് തുടങ്ങുന്ന ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നത് ശ്രീമാൻ റജിയും ശ്രീമതി ഗീതയുമാണ്. അവരെ രണ്ടുപേരെയും ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ MG ശ്രീകുമാറും വാനമ്പാടിയായിട്ടുള്ള, മലയാളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള ശ്രീമതി KS ചിത്രയുമാണ്. ശ്രീകുമാറിന് തന്നെ സഹോദരനായിട്ടുള്ള ശ്രീ MG രാധാകൃഷ്ണനാണ് ഈ ചിത്രത്തിന് അതുല്യമായിട്ടുള്ള സംഗീതമൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴ എന്ന ആദ്യ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി സ്വാഗതം ശ്രീ റജി ആൻഡ് ഗീത. പ്ലീസ് കം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി നിന്നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു.
വേളിപ്പെണ്ണായി നീ വരുമ്പോൾ നല്ലോല കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേളിപ്പെണ്ണായി നീ വരുമ്പോൾ നല്ലോല കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീദളമായി തിരുമലരടികളിൽ വീണന്നമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു.